വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ് റിനൈസൻസ് ക്രിറ്റിസിസം അഥവാ നവോത്ഥാന കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് ക്രിറ്റിസിസമാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് സ്റ്റഡി നോട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്നതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഒറിജിൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ്. റിനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസം emerged in 14th 15th century ഇറ്റലി. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ഇറ്റലിയിൽ നിന്നാണ് ഈ റിനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസം എന്നുള്ളൊരു ആശയം കടന്നു വരുന്നത്. 14th 15th സെഞ്ചുറിയിൽ ഇറ്റലിയിലാണിത് ആദ്യം രൂപപ്പെടുന്നത്. ഫ്യൂവൽഡ് ബൈ ദ റീഡിസ്കവറി ഓഫ് ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ കൾച്ചർ ഓർ ഹ്യൂമനിസം. അപ്പോൾ റിനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം അതിലെ ഹ്യൂമനിസമാണ്. അതായത് മനുഷ്യരുടെ മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ആ മാനവിക മൂല്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ സാഹിത്യത്തിന് ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് ആ തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്ലാസിക്കൽ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് കണ്ടതാണ്. കഥാർസിസ് പോലുള്ള കൺസെപ്റ്റുകൾ നമ്മൾ അതിൽ കണ്ടതാണ്. അതായത് ഈ ഒരു ക്യാരക്ടറിന്റെ അഹങ്കാരം അല്ലെങ്കിൽ അസൂയ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു കുറവ് കൊണ്ട് അവർക്ക് ട്രാജഡി ഉണ്ടാവുകയും അത് ഓഡിയൻസിൽ ഒരു സിമ്പതിയും ഫിയറും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അങ്ങനെ ഓഡിയൻസിന്റെ ഒരു സ്വഭാവ ശുദ്ധീകരണം നടത്തുക എന്നുള്ള കാര്യമൊക്കെ ലിറ്ററേച്ചറിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ആശയത്തിനകത്ത് അങ്ങനെയാണ് പറയുന്നത്. അതായത് മാനവിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ലിറ്ററേച്ചറിനൊരു പങ്കുണ്ട് എന്നുള്ള ഒരു ആശയമാണ്. ഇത് ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ഒരു പ്രചാരത്തോട് കൂടിയിട്ട് 14th 15th സെഞ്ചുറിയിൽ ഇറ്റലിയിലാണ് ആദ്യം രൂപപ്പെടുന്നത്. അവിടെ നിന്നാണത് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നത്. റിക്കവറി ഓഫ് അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് ലെഡ് ടു സീരീസ് ഓഫ് കമന്ററീസ് ആൻഡ് തിയറീസ് ഓഫ് പോയട്രി. വീണ്ടും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ള അരിസ്റ്റോട്ടിലിന്റെ ഈ പോയട്രിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള എഴുത്തുകളൊക്കെ കണ്ടെത്തുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു പോയട്രിയെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസും തിയറികളും ഒക്കെ രൂപപ്പെട്ടു വരികയും ചെയ്തു. ഫോക്കസ്. ഇറ്റ് എയിം ടു ഡിഫെൻഡ് പോയട്രി അഗെയിൻസ്റ്റ് ഇറ്റ്സ് ക്രിറ്റിക്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ റിട്ടൺ ഇൻ എവറി ഡേ ലാംഗ്വേജസ് അലോങ് സൈഡ് ലാറ്റിൻ. അപ്പോൾ ഈ റിനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഒന്ന് പോയട്രിയുടെ ഡിഫെൻസ് ആണ്. അതായത് ഈ പോയട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അനാവശ്യമാണ്, അത് സമൂഹത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന അഭിപ്രായമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ലിറ്ററേച്ചർ പോയട്രി ഒക്കെ ആവശ്യമുള്ളതാണ് എന്ന് പറയുക എന്നുള്ളതാണ് ഒരു കാര്യം ഉണ്ടായിരുന്നത്. രണ്ടാമത് വരുന്നത് വെർനാക്കുലർ ലാംഗ്വേജിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് മലയാളത്തിൽ ഉൾപ്പെടെ അറിയാൻ വേണ്ടി കഴിയും, ആദ്യ കാലഘട്ടത്തിൽ സംസ്കൃതത്തിലാണ് എല്ലാ കൃതികളും എഴുതിയിരുന്നത്. നമ്മൾ ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിൽ രാമായണം എഴുതിയതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ രീതിയിലാണ് ഈ യൂറോപ്പിലുണ്ടായിരുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് ഈ കൃതികളൊക്കെ എഴുതപ്പെട്ടിരുന്നത്. അത് മാറ്റിക്കൊണ്ട് ഇറ്റലിയിലാണെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജിൽ, ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, ഈ ലാറ്റിൻ ഭാഷയ്ക്ക് പുറമെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിൽ കൂടി സാഹിത്യം എഴുതേണ്ടതുണ്ട് എന്നുള്ള ഒരു ആശയവുമാണ് ഈ റിനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ക്ലാസിക്കൽ ഇൻസ്പിരേഷൻ. The criticism heavily referenced classical thinkers. The major influences coming from Horace, Aristotle and Plato. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നിന്ന് വലിയ പ്രചോദനം ഉൾക്കൊള്ളുകയുണ്ടായി എന്നുള്ളത്. ആ രീതിയിൽ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഹൊറേസ് തുടങ്ങിയിട്ടുള്ള ഈ ഗ്രീക്ക് റോമൻ തിങ്കേഴ്സിൽ നിന്ന് വലിയ പ്രചോദനം ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ദി ഇംഗ്ലീഷ് റിനൈസൻസ്. ഇനി ഇംഗ്ലണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ട് എംബ്രേസ്ഡ് റിനൈസൻസ് ഐഡിയാസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇറ്റലിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ ആശയങ്ങൾ ഇംഗ്ലണ്ടിൽ സ്വീകരിക്കപ്പെട്ടു. പർട്ടിക്കുലർലി ഡ്യൂറിങ് ദി എലിസബത്തൻ പീരീഡ്. പ്രത്യേകിച്ച് എലിസബത്തൻ കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ പ്രചാരത്തിൽ വരുന്നത്. വിച്ച് സോ എ ഫ്ലറിഷിംഗ് ഓഫ് ലിറ്ററേച്ചർ. ആ ഒരു കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ഷേക്സ്പിയർ, ഷെല്ലി, വേർഡ്സ്വർത്ത് തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരും അതുപോലെ തന്നെ കൃതികളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ദി എയറോപാഗസ് ഗ്രൂപ്പ്. അറൌണ്ട് 1579 എ ഗ്രൂപ്പ് കോൾഡ് എയറോപാഗസ് ഫോംഡ്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ എയറോപാഗസ് എന്ന് പറയുന്ന എഴുത്തുകാരുടെ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു. എയറോപാഗസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു പദമാണ്. അവിടുത്തെ ഒരു പർവ്വതത്തിന്റെ പേരാണ്. അവിടെയാണ് ഈ ദൈവങ്ങളുടെ സഭയൊക്കെ കൂടിയിരുന്നതെന്നാണ് ഈ മിത്തോളജിയിൽ പറയുന്നത്. ആ ഒരു പേരാണ് ഈ എഴുത്തുകാരുടെ സംഘം അവരുടെ ഗ്രൂപ്പിന് കൊടുത്തിരുന്നത്.
വിത്ത് പ്രൊമിനന്റ് മെമ്പേഴ്സ് സർ ഫിലിപ്പ് സിഡ്നി, ഹാവി, സ്പെൻസർ ആൻഡ് ഫ്യൂ അതേഴ്സ്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ക്രിറ്റിക്സ് ഇവരൊക്കെയാണ്. അഡ്വക്കേറ്റിംഗ് ഫോർ റിഫോമിംഗ് ഇംഗ്ലീഷ് വേഴ്സ് യൂസിംഗ് ക്ലാസിക്കൽ മീറ്റർ ആൻഡ് അൺറൈംഡ് സ്ട്രക്ചേഴ്സ് ഇൻസ്പയർഡ് ബൈ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ പോയട്രി. ഇവരുടെ പൊതുവിലുള്ള ഒരു വാദങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തെ അവര് റിഫോം ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ക്ലാസിക്കൽ ലിറ്ററേച്ചർ പോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എഴുതണം എന്നാണ് ചുരുക്കി പറയാൻ കഴിയുന്നത്. ക്ലാസിക്കൽ മീറ്റർ നമ്മൾ മലയാളത്തിൽ പറയില്ല, വൃത്തം, താളം എന്നുള്ളത്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കവിതകൾ എഴുതുന്ന ആളുകളിൽ അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഒരു 10-20 വർഷം മുമ്പൊക്കെ അങ്ങനെയുള്ള കവിതകൾ എഴുതുന്ന ആളുകൾ ഇല്ലാതായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ ഈ ഗ്രൂപ്പ് എന്താണ്, ക്ലാസിക്കൽ മീറ്റർ ഇവർ എഴുതുന്ന സമയത്ത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ക്ലാസിക്കൽ രീതിയിലുള്ള അൺറൈംഡ് സ്ട്രക്ചേഴ്സ്, റൈമിംഗ് വേർഡ്സ് ഒക്കെ നമുക്കറിയാം പോയട്രിയിൽ വളരെ പ്രധാനമാണ്. പക്ഷെ ഈ ക്ലാസിക്കൽ പോയട്രിക്കകത്ത് അങ്ങനെയില്ല. അപ്പോൾ ക്ലാസിക്കൽ പോയട്രിക്ക് സമാനമായിട്ടുള്ള ഒരു മീറ്ററും അതുപോലെ തന്നെ സ്ട്രക്ചറും ഒക്കെയാണ് ഈ പോയട്രിക്ക് വേണ്ടത്. ആ രീതിയിൽ ഇംഗ്ലീഷ് പോയട്രിയെ മാറ്റണം എന്നുള്ള കാര്യമാണ് ഇവർ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്താണ്, മഹത്തായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ മോഡലിൽ വേണം എഴുതാൻ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഗ്രൂപ്പിലെ ആളുകൾ പറഞ്ഞിരുന്നത്. ദ പ്യൂരിറ്റൻ ചലഞ്ച്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ദ റൈസ് ഓഫ് പ്യൂരിറ്റനിസം ലെഡ് ടു അറ്റാക്ക് ഓൺ പോയട്രി ആൻഡ് ഡ്രാമ സീൻ ആസ് മോറലി കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസസ്. പ്യൂരിറ്റനിസം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഈ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പ്രകാരം അവര് ഈ പോയട്രി, ഡ്രാമ, അതുപോലെ സാഹിത്യ കൃതികൾ ആളുകളിൽ മോശം ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ സിനിമ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്ന സമയത്തും സിനിമ ആളുകൾക്ക് ഇതുപോലെ മോശം ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ള അഭിപ്രായമൊക്കെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെയാണ് സാഹിത്യത്തിന്റെ ഈ ഒരു തുടക്ക കാലഘട്ടത്തിലും ഈ ഒരു റിനൈസൻസ് ലിറ്ററേച്ചറിന്റെ തുടക്ക കാലഘട്ടത്തിലും ഈ സാഹിത്യം ആളുകൾക്ക് മോശം ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവരതിനെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അവർക്കുള്ള മറുപടികൾ എന്നുള്ള രീതിയിലാണ് ഈ റിനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തിയറികളും എഴുതപ്പെടുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയപ്പെടുകയും ഉണ്ടായിട്ടുള്ളത്. സ്റ്റീഫൻ ഗോസൻസ് ദ സ്കൂൾ ഓഫ് അബ്യൂസ്. അപ്പൊ നമ്മൾ നേരത്തെ പറയുണ്ടായി ഈ റിലീജിയസ് ഗ്രൂപ്പുകളുടെ ഇടയിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത് ആളുകളിൽ മോശം ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് സ്റ്റീഫൻ ഗോസനും അദ്ദേഹത്തിന്റെ ദ സ്കൂൾ ഓഫ് അബ്യൂസും. ടൈറ്റിൽ, എ ഹാർഷ് ടൈറ്റിൽ, എ പ്ലസന്റ് ഇൻവെക്റ്റീവ് അഗെയിൻസ്റ്റ് പോയറ്റ്സ്, പൈപ്പേഴ്സ്, പ്ലേയേഴ്സ്, ജസ്റ്റേഴ്സ് ആൻഡ് സച്ച് ലൈക്ക് കാറ്റർപില്ലേഴ്സ് ഓഫ് എ കോമൺവെൽത്ത്. അപ്പോൾ ഇതിനകത്ത് പോയറ്റ്സിന് മാത്രമല്ല, അതുപോലെ തന്നെ ഡ്രാമ എഴുതുന്നവർ, മറ്റ് എല്ലാ രീതിയിലുള്ള കലാകാരന്മാർക്കെതിരെയും ഉള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് ഇത് വരുന്നത്. ഈ ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്നത് കാറ്റർ പില്ലേഴ്സ് എന്നാണ് പറയുന്നത്. കാറ്റർ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ശലഭങ്ങളാവുന്നതിന് മുമ്പ് പുഴുക്കളായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതായത് ഈ കീടങ്ങൾ എന്നുള്ള പോലെ സമൂഹത്തിലെ കീടങ്ങളാണ് ഈ പോയറ്റ്സ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എന്നുള്ള വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ് അയാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. മെയിൻ ആർഗ്യുമെന്റ്, പോയട്രി, മ്യൂസിക് ആൻഡ് ഡ്രാമ ആർ ഹാംഫുൾ ടു സൊസൈറ്റി. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കല, സാഹിത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, സമൂഹത്തെ വഴിതെറ്റിക്കുകയാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അറ്റാക്സ്. ഇനി നമ്മൾ ദ സ്കൂൾ ഓഫ് അബ്യൂസിൽ അവർ കലയ്ക്കും സാഹിത്യത്തിനുമെതിരെ ഏതൊക്കെ അറ്റാക്കുകളാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതും അതിന് അവർ കൊടുത്തിരുന്ന ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. പോയട്രി, പോയറ്റ്സ് ആർ ഫാദേഴ്സ് ഓഫ് ലൈസ് ആൻഡ് ദെയർ വർക്ക്സ് കറപ്റ്റ് മോറൽസ്. പോയട്രിയെ കുറിച്ച് അവർ പറയുന്നത് ഈ കവിതകൾ എഴുതുന്നവർ നുണ പറയുന്നവരാണെന്നുള്ളതും ഈ കവിതകളിൽ പറയുന്ന കാര്യങ്ങൾ നുണകളാണെന്നുള്ളതും അവർ ആളുകളുടെ മോറൽസ് അല്ലെങ്കിൽ സദാചാരത്തെ കളങ്കപ്പെടുത്തുന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം. തിയേറ്റർ, പ്ലേസ് പ്രൊമോട്ട് നെഗറ്റീവ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് എൻകറേജ് പോപ്പുലർ ഡെബോഷറി. ഇനി തിയേറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ നാടകങ്ങളെ കുറിച്ചിട്ട് അവർ പറയുന്നത് അത് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റീരിയോടൈപ്സ് ആളുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡെബോഷറി, അതായത് നമുക്കറിയാം ഈ നാടകങ്ങളിൽ വയലന്റ് ആയിട്ടുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ നാടകങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ ആളുകളെ മോശം രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. മ്യൂസിക് വീക്കൻസ് വിർച്യു ആൻഡ് ഡിസ്റ്റർബ്സ് ഫോക്കസ്. മ്യൂസിക് എന്ന് പറയുന്നത് അനാവശ്യമാണ്, ആളുകളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാദമാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. ജസ്റ്റിഫിക്കേഷൻ, ഇനി അവർ കൊടുത്തിരുന്ന ന്യായീകരണങ്ങൾ. സോ ഇറ്റ്സ് പ്ലേറ്റോസ് വ്യൂ ഓഫ് ബാനിഷിംഗ് പോയറ്റ്സ് ഫ്രം എ പെർഫെക്റ്റ് സൊസൈറ്റി.
ഇനി പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതിക്കകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പോയിട്രിയൊക്കെ അനാവശ്യമാണെന്നുള്ളത്. അതാണ് ഇവരൊരു ന്യായീകരണമായിട്ട് എടുത്തു പറയുന്നത്. പ്ലേസ് ആർ പേഗൻ ആൻഡ് ഇൻവോൾവ് മെൻ ഡ്രസ്സിങ് ആസ് വിമൻ അൺനാച്ചുറൽ. ഇനി നാടകങ്ങളെ കുറിച്ചിട്ട് അവർ പറയുന്നത് പേഗൻ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുള്ള പ്രാകൃതരായിട്ടുള്ള മനുഷ്യരുടെ ഒരു രീതിയാണ് നാടകങ്ങൾ എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല അക്കാലത്ത് നാടകങ്ങളിൽ സ്ത്രീകൾ അഭിനയിച്ചിരുന്നില്ല. അപ്പൊ സ്ത്രീകളുടെ വേഷം പുരുഷന്മാർ തന്നെയാണ് അഭിനയിച്ചിരുന്നത്. അതും അവര് അൺനാച്ചുറൽ ആയിട്ട് കണ്ടുകൊണ്ട് എതിർത്തിരുന്നു. ദെൻ ട്രാജഡി എക്സ്പോസസ് ഓഡിയൻസ് ടു ക്രൂവൽറ്റി ആൻഡ് വയലൻസ്. ഇനി ട്രാജിക് പ്ലേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഈ ക്രൂരതയും അതുപോലെ തന്നെ വയലൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ അതിനെ എതിർത്തിരുന്നു. കോമഡി ഫീച്ചേഴ്സ് വൾഗർ ആൻഡ് ഡീഗ്രേഡിങ് ലവ് തീംസ്. ഇനി കോമഡി ആണെങ്കിൽ അതിനകത്ത് വൾഗാരിറ്റിയാണ് ഉണ്ടാവുന്നത്. ആ രീതിയിലാണ് കോമഡി അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഡീഗ്രേഡിങ് ആയിട്ടുള്ള ലവ് തീംസും നമ്മൾ പറഞ്ഞ പോലെ ഓവറായിട്ട് റൊമാൻസ് വരുന്നത് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കലയ്ക്കും സാഹിത്യത്തിനും എതിരായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നത്. സർ ഫിലിപ്പ് സിഡ്നി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കലയ്ക്കും സാഹിത്യത്തിനും എതിരായിട്ടുള്ള ഒരു അറ്റാക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. ആ രീതിയിൽ റെനൈസൻസ് ലിറ്റററി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ത് മറുപടികളാണ് ഇതിന് കൊടുത്തിരുന്നത്, എങ്ങനെയാണ് അവർ ഈ ലിറ്ററേച്ചറിന്റെ പ്രാധാന്യത്തെ ഇവിടെ ന്യായീകരിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ആദ്യം വരുന്നത് സർ ഫിലിപ്പ് സിഡ്നിയാണ്. എ പ്രൊമിനന്റ് എലിസബത്തൻ ഫിഗർ, കോർട്ടിയർ, സ്റ്റേറ്റ്സ്മാൻ, സോൾജിയർ, പോയറ്റ് ആൻഡ് പാട്രൺ ഓഫ് ദി ആർട്സ്. ഇദ്ദേഹം എലിസബത്തൻ കോർട്ടിലെ, അതായത് രാജസന്നിധിയിലെ ഒരു സഭാംഗമായിരുന്നു. അതുപോലെ തന്നെ പോയറ്റ് ആയിരുന്നു. ആ രീതിയിൽ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൺസിഡേർഡ് ദി ഐഡിയൽ ജെന്റിൽമാൻ ഓഫീസറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആള് സോൾജിയർ ആണ്, പോയിന്റ് ആണ്, അതുപോലെ തന്നെ കോർട്ടിയർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഐഡിയൽ ജെന്റിൽമാൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. റിനോൺഡ് ഫോർ ഹിസ് സോണറ്റ് സീക്വൻസ്, അസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല, സെക്കൻഡ് ഓൺലി ടു ഷേക്സ്പിയേഴ്സ് സോണറ്റ്സ്. ഇദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടൊരു കവിയാണ്. ഷേക്സ്പിയർ മാത്രമാണ് ഇയാളെക്കാളും മുന്നിൽ സോണറ്റ്സ് എഴുതുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പൊതുവിലുള്ള അഭിപ്രായമുള്ളത്. പയനിയർഡ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം വിത്ത് ദ ഡിഫൻസ് ഓഫ് പോയസി. ഇനി ഇദ്ദേഹത്തിന്റെ ഈ റിനൈസൻസ് ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ദ ഡിഫൻസ് ഓഫ് പോയസി എന്നുള്ള പുസ്തകത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദ ഡിഫൻസ് ഓഫ് പോയസി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലാണ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. എ റെസ്പോൺസ് ടു സ്റ്റീഫൻ ഗോസൻസ് അറ്റാക്ക് ഓൺ ദ മൊറാലിറ്റി ഓഫ് ഫിക്ഷൻ ഇൻ ദ സ്കൂൾ ഓഫ് അബ്യൂസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പ്യൂരിറ്റൻ വിഭാഗത്തിൽ ദ സ്കൂൾ ഓഫ് അബ്യൂസ് എന്നുള്ള പേരിൽ അവര് കലയ്ക്കും സാഹിത്യത്തിനും എതിരായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു. അതിനുള്ള റെസ്പോൺസ് ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വരുന്നത്. പബ്ലിഷ്ഡ് ഇൻ 1595. ഇറ്റ് ബിക്കെയിം എ കോർണർ സ്റ്റോൺ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ഒരു കൃതിയാണ്. എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിഫൻസ് ഓഫ് ഫിക്ഷൻ മേക്കിംഗ് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ റെലവൻസ്. അപ്പോൾ ഇതിനകത്ത് ഈ കലയ്ക്കും സാഹിത്യത്തിനും ആയിട്ടുള്ള ഡിഫൻസ് ആണ് വരുന്നത്. അതിലെ പോയിന്റ്സ് വരുന്നത് ഒന്ന് ഹിസ്റ്റോറിക്കൽ റെലവൻസ് ആണ്. പോയട്രി ആസ് എ ടൂൾ ഫോർ പ്രിസർവിങ് നോളജ് ആൻഡ് കൾച്ചർ. അതായത് ചരിത്രപരമായിട്ടൊരു പ്രാധാന്യം പോയട്രിക്ക് ഉണ്ട്. ഒരു കൾച്ചറും അതുപോലെ തന്നെ നോളജും പ്രിസർവ് ചെയ്യുന്നതിൽ പോയട്രി പങ്കുവയ്ക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. പോയട്രീസ് എബിലിറ്റി ടു ടീച്ച് മോറൽസ് ആൻഡ് ഇൻസ്പയർ വിർച്യൂ. ഇനി ഇവർ പറയുന്ന പോലെ ആളുകളിൽ ഈ സദാചാര ബോധം കളങ്കപ്പെടുത്തുകയില്ല, സദാചാര ബോധം ഉണ്ടാക്കിയെടുക്കാനും ആളുകളിൽ ഈ പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. കൾച്ചറൽ ഇമ്പോർട്ടൻസ്. പോയട്രീസ് റോൾ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി. കൂടാതെ ഒരു സമൂഹത്തിന്റെ കൾച്ചർ രൂപപ്പെടുത്തുന്നതിൽ അവിടെ സാഹിത്യത്തിന് അല്ലെങ്കിൽ പോയട്രിക്ക് പങ്കുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പോയട്രി. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. സിഡ്നി ഹൈലൈറ്റ്സ് ദ റെവറൻസ് ഫോർ പോയട്രി ഇൻ റോമൻ ആൻഡ് ഗ്രീക്ക് സിവിലൈസേഷൻസ് വെർ പോയറ്റ്സ് വെർ സീൻ ആസ് ഡിവൈനേഴ്സ് ഓർ പ്രൊഫറ്റ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ ഇദ്ദേഹം ഈ പോയട്രി എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് സമൂഹങ്ങൾക്കകത്ത് ഒരു ബഹുമാനം നേടിയിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഗ്രീക്ക് റോമൻ സിവിലൈസേഷനിലെ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പോയറ്റ്സിനെ ഒരു പ്രൊഫറ്റ്സിനെ പോലെയാണ് ആളുകൾ കണ്ടിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഈ സൈറ്റ്സ് മൂസിയസ്, ഹോമർ, ഹെസോയിഡ് ആൻഡ് ഇറ്റാലിയൻ പോയറ്റ്സ് ലൈക്ക് ദാന്തെ, ബൊക്കാച്ചിയോ ആൻഡ് പെട്രാർക്ക് as historical figures who gave credence to poetry's importance.
അപ്പോൾ അദ്ദേഹം കുറച്ച് ക്ലാസിക്കൽ പോയിറ്റ്സിന്റെ ഉദാഹരണം എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഗ്രീക്ക്, റോമൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനകത്തുള്ളവരും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നുള്ള കുറച്ച് പോയിറ്റ്സിന്റെ പേരാണ് അദ്ദേഹം പറയുന്നത്. അവരൊക്കെ ഒരുപാട് ബഹുമാനം സമൂഹത്തിൽ നേടിയിരുന്നു. ആ രീതിയിൽ ചരിത്രപരമായിട്ട് ഓരോ സമൂഹവും ഈ പോയട്രിയെ ബഹുമാനിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പോയട്രി ഈസ് സീൻ ആസ് എ ഡിവൈൻ ഗിഫ്റ്റ് റിഫ്ലക്റ്റിംഗ് ഗോഡ്സ് ക്രിയേറ്റിവിറ്റി ത്രൂ നേച്ചർ ആൻഡ് ദസ് ഹാസ് എ സെൻസ് ഓഫ് ഡിവിനിറ്റി. ഇനി ഇദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ഡിവൈൻ അല്ലെങ്കിൽ ദിവ്യമായിട്ടൊരു കാര്യം എന്നാണ് പറയുന്നത്. അതായത് ഗോഡ്സ് ക്രിയേഷൻ ഓഫ് നേച്ചർ, ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് പ്രകൃതി എന്നുള്ളത് പോലെ മനുഷ്യരുടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള സൃഷ്ടിയാണ് ഈ കലയും സാഹിത്യവും, പ്രത്യേകിച്ച് പോയട്രിയും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. സിഡ്നി കമ്പയർസ് പോയട്രി ടു നേച്ചേഴ്സ് ഗോൾഡൻ ഏജ്, എ ടൈം ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഇൻ ഗ്രീക്ക് മിത്തോളജി. ഇനി അദ്ദേഹം പോയട്രിയെ ഗോൾഡൻ ഏജ് അല്ലെങ്കിൽ സുവർണ കാലഘട്ടം എന്ന രീതിയിലാണ് പറയുന്നത്. ഗ്രീക്ക് മിത്തോളജിയിൽ എന്താണ്, ഒരു സമാധാനവും അതുപോലെ തന്നെ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ പോയട്രിയും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് അത് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയേഷനാണ്. ഈ ദൈവം പ്രകൃതി സൃഷ്ടിക്കുന്നത് പോലെ മനുഷ്യര് എന്താണ്, അവരുടെ ഒരു ക്രിയേഷൻ ആണ് ഇതിൽ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഡെഫിനിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി. ഇനി ഇദ്ദേഹം പോയട്രിയെ ഡിഫൈൻ ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സിഡ്നി റെഫറൻസസ് ടു അരിസ്റ്റോട്ടിൽസ് കൺസെപ്റ്റ് ഓഫ് മിമസിസ്. അദ്ദേഹം അരിസ്റ്റോട്ടലിന്റെ മിമസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മിമിക്രി എന്നതിന് സമാനമായിട്ടൊരു പദമാണ് മിമസിസ്. അതായത് പോയട്രിക്കകത്ത് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ അനുകരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അതിനകത്ത് പറയുന്നത്. ഹൈലൈറ്റിംഗ് പോയട്രീസ് എബിലിറ്റി ടു സർപ്പാസ് റിയാലിറ്റി ആൻഡ് ഇറ്റ് സ്കിൽ ബേസ്ഡ് ഓൺ ഐഡിയാസ് റദർ ദാൻ ദി ആർട്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതിന് കേവലം ഒരു അനുകരണം മാത്രമല്ല, യാഥാർത്ഥ്യത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി പോയട്രിക്ക് കഴിയുന്നുണ്ട്. അതിനകത്ത് ഐഡിയയും ഇമാജിനേഷനും വരുന്നുണ്ട്. ആ ഒരു തരത്തിലുള്ള ഒരു അവതരണം കൂടിയാണ് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. പോയട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് കാറ്റഗറീസ്. ഇനി ഇദ്ദേഹം പോയട്രിയെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഹീറോയിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഒരു ഹീറോയുടെ ഒരു ആക്ഷനെ കുറിച്ച് നമ്മൾ വീരഗാഥ എന്നൊക്കെ പറയുന്ന പോലുള്ള സങ്കല്പമാണ് അതിനകത്ത് വരുന്നത്. ലിറിക് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള പോയട്രിയാണ്. ട്രാജിക് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കോമിക്കും നമുക്കത് അതുപോലെ അറിയാവുന്നതാണ്. സറ്റാരിക് എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യമാണ്. ഇയാംബിക് എന്ന് പറയുന്നത് ഒരു മീറ്ററിന്റെ, അതായത് ഒരു വൃത്തത്തിനകത്ത് താളത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള എഴുത്താണ് ഉദ്ദേശിക്കുന്നത്. എലിജിയാക്ക് എന്ന് പറയുന്നത് വിലാപം പോലുള്ളതാണ്. ആൻഡ് പാസ്റ്ററൽ എന്ന് പറയുന്നത് പ്രകൃതിയുമായി നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. വൈൽ വേർഡ്സ് ക്യാൻ ബി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് നോട്ട് എസെൻഷ്യൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ താളത്തിനും വൃത്തത്തിനും വലിയ ഒരു പ്രാധാന്യമില്ല, അത് നല്ലതാണ്, പക്ഷെ അത് നിർബന്ധമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആസ് പ്രൂവൺ ബൈ മെനി ഗ്രേറ്റ് പോയറ്റ്സ് ഹു ഡിഡ് നോട്ട് യൂസ് വേർഡ്സ്. നമുക്കറിയാം ഒരുപാട് കവികൾ ഇതുപോലെ വൃത്തവും താളവും ഒന്നും ഇല്ലാതെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള അഭിപ്രായം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, അത് നിർബന്ധമാണെന്നുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നില്ല. പോയട്രി വേഴ്സസ് ഫിലോസഫി ആൻഡ് ഹിസ്റ്ററി. അടുത്തതായിട്ട് അദ്ദേഹം പോയട്രി മറ്റ് മേഖലകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ലേണിംഗ്സ് ഗോൾ. ലേണിംഗ് എയിംസ് ടു എലിവേറ്റ് ദ മൈൻഡ് ആൻഡ് ദി സ്പിരിറ്റ്. ഫോക്കസിങ് സോൾലി ഓൺ വൺ ഫീൽഡ് ക്യാൻ ബി ലിമിറ്റിംഗ്. ഇദ്ദേഹം പറയുന്നത് ലേണിംഗ് അല്ലെങ്കിൽ പഠനത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റിനെ ഒരു പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ മാത്രം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ മാത്രം അല്ലെങ്കിൽ ഫിലോസഫിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ മാനസികമായിട്ടൊരു വളർച്ച ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. പോയട്രീസ് അഡ്വാൻറ്റേജ്. പോയറ്റ്സ് ക്യാൻ ലേൺ ഫ്രം ദ പാസ്റ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് ദ ഫ്യൂച്ചർ, ഓഫറിംഗ് എ റിച്ചർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രസന്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫിലോസഫിയുടെയും ഹിസ്റ്ററിയുടെയും നല്ല ഗുണങ്ങൾ പോയട്രിക്കകത്തുണ്ടെന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റ്, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഹിസ്റ്റോറിയന്മാരെ പോലെ പോയറ്റ്സിന് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. പ്രൊഫറ്റ്സ് അല്ലെങ്കിൽ ഈ ഫിലോസഫി, അതായത് വരാൻ പോകുന്ന കാലത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫിലോസഫേഴ്സ് പറയുന്നത് പോലെ പോയറ്റ്സിന് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നിലവിലുള്ള കാലഘട്ടത്തെ കുറിച്ചിട്ടും പോയറ്റ്സിന് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഫിലോസഫിയും ഹിസ്റ്ററിയും എന്താണ്, ഒരു കാലഘട്ടത്തിൽ ലിമിറ്റഡ് ആണ്, പക്ഷെ പോയട്രി അങ്ങനെ ലിമിറ്റഡ് അല്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി. ഹിസ്റ്ററി ഈസ് ലിമിറ്റഡ് ബൈ ദ പാസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ്റ്ററി പഴയ കാലത്തെ കുറിച്ച് മാത്രമുള്ളതാണ്.
ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് പുതിയ അല്ലെങ്കിൽ നിലവിലുള്ള കാലത്തെക്കുറിച്ചോ അതിനകത്ത് പരിഗണിക്കുന്നില്ല. ഫിലോസഫി ഈസ് ഫ്യൂച്ചർ ഓറിയന്റഡ്. ഫിലോസഫി ആണെങ്കിൽ എന്താണ്, ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. നെഗ്ലക്റ്റിംഗ് ദ പ്രസന്റ് മൂമെന്റ്, നിലവിലുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് അതിനകത്ത് പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ആ രീതിയിൽ പോയട്രി എന്ന് പറയുന്നത് ഫിലോസഫിയേക്കാളും ഹിസ്റ്ററിയേക്കാളും മുന്നിൽ നിൽക്കുന്നതാണ്. ഇതിന്റെ എല്ലാ നല്ല ഗുണങ്ങളും പോയട്രിക്കകത്തുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻസേഴ്സ് ടു ചാർജസ് അഗെയിൻസ്റ്റ് പോയട്രി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഈ പ്യൂരിറ്റൻ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ട് ഈ കലയ്ക്കും സാഹിത്യത്തിനുമെതിരെ ഒരുപാട് വിമർശനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായി എന്നുള്ളത്. അതിനുള്ളൊരു റെസ്പോൺസ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി അദ്ദേഹത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. Sidney addresses accusations of poets being liars by claiming they don't lie if they are not attempting to tell the truth in the first place. അപ്പോൾ പോയറ്റ് ലയർ ആണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, പോയറ്റ്സ് ആരും ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല കവിത എഴുതുന്നത്. അവരവരുടെ ഇമോഷനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമോ ആ രീതിയിലാണ് കാര്യങ്ങൾ എഴുതുന്നത്. അത് സത്യമാണ് എന്ന് അവർ ആദ്യമേ പറയുന്നുണ്ടെങ്കിലല്ലേ അവർ പറയുന്നത് നുണയാണെന്ന് കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് അദ്ദേഹം അതിന് കൊടുക്കുന്ന ന്യായീകരണം. Poetry is not about recording historical details accurately, but about expressing the virtue of the writer and the general feeling of the time. മറ്റൊന്ന്, ഈ പോയട്രി എന്ന് പറയുന്നത് ഒരു ചരിത്ര രേഖയല്ല. അതായത് പോയറ്റ്സ് ലയേഴ്സ് ആണെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എപ്പിക് ലിറ്ററേച്ചറിനകത്തും ക്ലാസിക്കൽ ലിറ്ററേച്ചറിനകത്തും ഒരു മിത്തോളജിയിലെ ഒരു കഥ എടുത്തിട്ട് പോയറ്റ്സ് എന്ത് ചെയ്യും, അവരുടെ രീതിയിൽ ആ കഥയെ മാറ്റിക്കൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടൊക്കെ കവിതകൾ എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിന് ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഈ പോയറ്റ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, ഒരു ചരിത്ര രേഖ അവതരിപ്പിക്കുന്നതല്ല, മറിച്ച് ആ കാലഘട്ടത്തിനെ കുറിച്ചുള്ള ചിത്രവും ആ കാലഘട്ടത്തിന്റെ ഒരു ഫീലിംഗും അവതരിപ്പിക്കുക എന്നുള്ളതിനാണ് പോയറ്റ്സ് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോയട്രി ഈസ് നോട്ട് an attempt to be greater than God, unlike the study of historians and astronomers which seek to affirm knowledge of mankind. ഇനി ഇദ്ദേഹം പറയുന്നത് ഈ പോയട്രി എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ ഒരു ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ദൈവത്തെ പോലെ ആവാനുള്ള മനുഷ്യരുടെ ശ്രമം അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഹിസ്റ്റോറിയൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആസ്ട്രോണമേഴ്സ് ജ്യോതിശാസ്ത്രജ്ഞരായിക്കോട്ടെ, അവർ ഈ ലോകത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് എല്ലാം അറിയുന്നവരാണ് മനുഷ്യർ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ പോയറ്റ്സ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾക്ക് പോയറ്റ്സിനോട് ഇത്ര ഒരു എതിർപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളത് ജോൺ ഡ്രൈഡൻ ആണ്. ഇംഗ്ലീഷ് പോയറ്റ്, ലിറ്റററി ക്രിറ്റിക്, ട്രാൻസ്ലേറ്റർ ആൻഡ് പ്ലേ റൈറ്റ്. ഇദ്ദേഹം സ്വയം ഒരു കവിയും അതുപോലെ തന്നെ ഒരു വിമർശകനും കൂടാതെ ഒരു ട്രാൻസ്ലേറ്ററും, അതായത് മറ്റു ഭാഷയിലുള്ള സാഹിത്യകൃതികൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന ഒരു ആളും ആയിരുന്നു. അപ്പോയിന്റഡ് ഇംഗ്ലണ്ട്സ് ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് ഇൻ 1668. പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്ന നമ്മൾ ആസ്ഥാന കവി എന്നൊക്കെ പറയുന്ന പോലുള്ള അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ഡോമിനേറ്റഡ് ദ ലിറ്റററി സീൻ ഓഫ് റിസ്റ്റോറേഷൻ ഇംഗ്ലണ്ട് നോൺ ആസ് ദി ഏജ് ഓഫ് ട്രേഡ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹമായിരുന്നു ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സാഹിത്യകാരൻ ഉണ്ടായിരുന്നിട്ടുള്ളത്. വെഴ്സറ്റൈൽ റൈറ്റർ, സക്സസ്ഫുൾ ഇൻ പോയട്രി, പ്രോസ് ആൻഡ് പ്ലേസ്. ഇദ്ദേഹം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കവിതകൾ മാത്രമല്ല അതുപോലെ തന്നെ നാടകങ്ങളും അതുപോലെ തന്നെ ലേഖനങ്ങളും എല്ലാ രീതിയിലുള്ള എഴുത്തും ഇദ്ദേഹം എഴുതിയിരുന്നു എന്നുള്ളതാണ്. ഇൻഫ്ലുവൻഷ്യൽ ട്രാൻസ്ലേറ്റർ ഓഫ് വർക്ക്സ് ബൈ ഹോമർ, വിർജിൽ ആൻഡ് അതേഴ്സ്. കൂടാതെ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനകത്തുള്ള ഇറ്റാലിയൻ ലിറ്ററേച്ചറിനകത്തുള്ള കൃതികളൊക്കെ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആൻ എസ്സേ ഓൺ ഡ്രാമാറ്റിക് പോയസി. ഇനി ഇദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളൊക്കെ ഈ ഒരു പുസ്തകത്തിനകത്താണ് നമ്മൾ കാണുന്നത്. ഡിഫൻസ് ക്ലാസിക്കൽ ഡ്രാമ ആസ് എൻ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ആൻഡ് ഹ്യൂമൻ നേച്ചർ. പ്രധാനമായിട്ടും ക്ലാസിക്കൽ ഡ്രാമയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. റിട്ടൺ ഇൻ ഡയലോഗ് ഫോം അമംഗ് 4 ജെന്റിൽമെൻ, യൂജിനിയസ്, ക്രൈറ്റിസ്, ലിസീഡിയസ് ആൻഡ് നിയാണ്ടർ റെപ്രസെന്റിംഗ് ഡ്രൈഡൻ. 4 പേര് തമ്മിലുള്ളൊരു സംഭാഷണം പോലെയാണ്, നമ്മുടെ പ്ലേറ്റോയുടെയൊക്കെ ഡയലോഗ്സ് എന്ന് പറയുന്ന പോലെ 4 പേരുള്ള ഒരു സംഭാഷണമായിട്ടാണ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിൽ നിയാണ്ടർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഡിബേറ്റ് ഓവർ മോഡേൺ ഇംഗ്ലീഷ് വേഴ്സസ് ക്ലാസിക്കൽ പ്ലേ റൈറ്റ്സ്, റൈം ഇൻ പ്ലേസ് ആൻഡ് ദി എസൻസ് ഓഫ് പോയട്രി. ഇദ്ദേഹം പ്രധാനമായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഈ മോഡേൺ റൈറ്റിങ്ങും അതുപോലെ തന്നെ ക്ലാസിക്കൽ റൈറ്റിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതുപോലെ തന്നെ ഈ പ്ലേസിനകത്ത് റൈംസ് ഉപയോഗിക്കണോ എന്നുള്ളൊരു കാര്യം, കൂടാതെ പോയട്രിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. ഫങ്ഷൻ ഓഫ് പോയട്രി. പോയട്രീസ് എൻഡ് ഈസ് ഡിലൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട്, നോട്ട് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ.
ഇദ്ദേഹം പറയുന്നത് പോയട്രിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിലൈറ്റ് ആണെങ്കിൽ എന്റർടൈൻമെന്റ് ആണെന്നാണ് പറയുന്നത്. കേവലം ഒരു ഇൻസ്ട്രക്ഷൻ അല്ല, അതായത് ആളുകളിൽ സദാചാരബോധം പഠിപ്പിക്കുക എന്നുള്ളതല്ല പോയട്രിയുടെ ഉദ്ദേശം, മറിച്ച് ഡിലൈറ്റ് ആണ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആണ്, കൂടാതെ ട്രാൻസ്പോർട്ട് ആണ്, ആളുകളിൽ ഒരു വൈകാരിക തലം ഉണ്ടാക്കുക എന്നുള്ളതാണ് പോയട്രിയുടെ ഫംഗ്ഷൻ എന്ന് അദ്ദേഹം പറയുന്നു. പോയിറ്റ്സ് ആർ ക്രിയേറ്റേഴ്സ് ഷേപ്പിംഗ് ലൈഫ് ഇൻ ടു ന്യൂ ഫോംസ് റിസംബ്ലിംഗ് ദി ഒറിജിനൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, പോയിറ്റ്സ് ഒരു ക്രിയേറ്റേഴ്സ് ആണ്. അവർ എന്ത് ചെയ്യുന്നു, ന്യൂ ഫോംസ് റിസംബ്ലിംഗ് ദി ഒറിജിനൽ, അതായത് ഈ യാഥാർത്ഥ്യമാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. യാഥാർത്ഥ്യത്തെ അവർ കേവലം അനുകരിക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പോയട്രി ഈസ് എ വർക്ക് ഓഫ് ആർട്ട് നോട്ട് മെയർ ഇമിറ്റേഷൻ റിക്വയറിംഗ് ദ ഷേപ്പിംഗ് ഓഫ് സ്പിരിറ്റ് ഓഫ് ഇമാജിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആർട്ടാണ്, കേവലം അനുകരണമല്ല. അതായത് യാഥാർത്ഥ്യത്തെ അനുകരിക്കുക മാത്രമല്ല പോയറ്റ്സ് ചെയ്യുന്നത്, അവരുടെ ഇമാജിനേഷൻ കൂടി ഉപയോഗിച്ചുകൊണ്ട് അവർ അതൊരു ആർട്ടായിട്ടാണ് എഴുതുന്നതെന്നാണ് പറയുന്നത്. നേച്ചർ ഓഫ് പോയട്രി. പോയട്രി ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ബട്ട് നോട്ട് എ സെർവൈൽ കോപ്പി, ഇറ്റ് ആഡ്സ് ഇറ്റ്സ് വേർഷൻ ഓഫ് റിയാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. പോയട്രി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ കേവലം ഒരു അനുകരണമല്ല, അവരുടെ ഇമാജിനേഷനും കൂടി ഉപയോഗിച്ചുകൊണ്ട് റിയാലിറ്റിയുടെ വേറൊരു വേർഷനാണ് അവതരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. Dryden allows more liberties and flexibilities in poetry, advocating for a mix of imitation and creativity. ഇനി ഇദ്ദേഹം പോയട്രിയെ കുറിച്ചിട്ട് ഫ്ലെക്സിബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഈ ഒരു വേഴ്സിൽ വൃത്തത്തിൽ താളത്തിൽ എന്നുള്ള നിർബന്ധം പറയുന്നില്ല. കൂടാതെ അതിൻ്റെ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹം ഫ്ലെക്സിബിൾ ആയിട്ട് ഉള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഓൺ ഡ്രാമ. ഇനി നാടകങ്ങളെ കുറിച്ച് ഡ്രൈഡൻ പറയുന്നത്, ഡ്രാമ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ. ഒരു മനുഷ്യന്റെ നേച്ചറിന്റെ ഒരു അവതരണമാണ് നാടകങ്ങൾ കാണുന്നതാണ്. പാഷൻസ് ആൻഡ് ഫോർച്യൂൺസ് ഫോർ ദ ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓഫ് മാൻകൈൻഡ്. അതായത് ആളുകളുടെ വൈകാരികത, അതുപോലെ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആളുകൾക്ക് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഡ്രാമ നിലകൊള്ളുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിസ്കഷൻ ഓൺ ഫ്രഞ്ച് വേഴ്സസ് ഇംഗ്ലീഷ് ഡ്രാമ. ഹി കമ്പയർസ് ഇറ്റ് ടു noting French drama's adherence to the unities of time, place and action. ഇനി ഇദ്ദേഹം ഫ്രഞ്ച് ഡ്രാമയും ഇംഗ്ലീഷ് ഡ്രാമയും കമ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ ഫ്രഞ്ച് ഡ്രാമയുടെ യൂണിറ്റീസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. യൂണിറ്റീസ് ഓഫ് ആക്ഷൻ, ടൈം, പ്ലേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഫ്രഞ്ച് ഡ്രാമയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നുള്ള കാര്യം അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. ഹി ഡിഫെൻസ് ദ യൂസ് ഓഫ് റൈം ഇൻ പ്ലേസ്, സീയിങ് ഇറ്റ് ആസ് ആഡിങ് ആർട്ടിസ്ട്രി. ഇനി നാടകങ്ങൾക്കകത്ത് റൈം, കവിതകൾക്കകത്ത് റൈമിംഗ് വേർഡ്സ് നമുക്കറിയാം, പക്ഷെ നാടകത്തിൽ കഥാപാത്രങ്ങൾ റൈമിംഗ് വേർഡ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിന് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണെന്നുള്ള രീതിയിൽ അത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഡ്രൈഡൻസ് വ്യൂസ് ഓൺ ട്രാജഡി. ഇനി ദുരന്ത നാടകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഷെയർസ് അരിസ്റ്റോട്ടിൽസ് ഡെഫിനേഷൻ ഓഫ് ട്രാജഡി ആസ് അറോസിങ് പിറ്റി ആൻഡ് ഫിയർ. കഥാർസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് വീണ്ടും പറയുന്നത് ട്രാജഡിയെ സംബന്ധിച്ചിട്ട്. അതായത് ഒരു ആൾക്ക് ഒരു മിസ്റ്റേക്ക് വരുന്ന സംഭവത്തിൽ അയാൾക്ക് ദുരന്തങ്ങൾ നേരിടേണ്ടി വരുന്ന കാര്യം ആളുകൾ കാണുമ്പോൾ അത് അവരുടെ ജീവിതത്തിലും ഇതുപോലെ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനുള്ള ഒരു പ്രേരണ അവർക്ക് നൽകും. അതുപോലെ തന്നെ അവരിലൊരു ഭയവും സിമ്പതിയും ഒക്കെ ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് കഥാർസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹം ട്രാജഡിയെ കുറിച്ച് പറയുന്നത്. ദ ട്രാജിക് ഹീറോ ഷുഡ് ബി കേപ്പബിൾ ഓഫ് എക്സൈറ്റിംഗ് പിറ്റി ആൻഡ് ഫിയർ, ഫ്ലോഡ് ബട്ട് നോട്ട് ഹോളി എവിൾ. ഇനി ട്രാജഡിയെ സംബന്ധിച്ച്, ട്രാജിക് ഹീറോയെ സംബന്ധിച്ച് പറയുന്നത് ആളുകളിൽ ഇതുപോലെ ഒരു സഹതാപവും ഭയവും ഉണ്ടാക്കാൻ കഴിയണം. അയാൾക്ക് സംഭവിക്കുന്ന ദുരന്തം അയാളുടെ ഒരു ഫ്ലോ കൊണ്ട്, അയാളുടെ ക്യാരക്ടറിൽ ഒരു ഫ്ലോ കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് പറയുന്നത്. നമ്മൾ ഹമാർഷ്യ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരാളുടെ ക്യാരക്ടറിലുള്ള ഒരു ഫ്ലോ കൊണ്ടാണ് അയാൾക്ക് ദുരന്തം സംഭവിക്കേണ്ടത്. എന്നാൽ എന്താവരുത്, അയാൾ തീർത്തും മോശമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് കാണുന്ന ആളുകൾക്ക് അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ഈ നാടകം കാണുന്ന ആളുകൾക്ക് തോന്നരുത്. പൊതുവിൽ നല്ലൊരു മനുഷ്യനായിരിക്കണം. ഏതെങ്കിലും ഒരു ഫോൾട്ട്, ഒരു ഫ്ലോ മാത്രമാണ് അയാളുടെ ക്യാരക്ടറിൽ ഉണ്ടാവേണ്ടത്. അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്നതായിട്ടാണ് ട്രാജഡിക്കകത്ത് കാണുക. ക്ലാസിക്കൽ തിയറിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഡ്രൈഡൻ ഡിഫെൻഡഡ് ഷേക്സ്പിയർസ് യൂസ് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ ആസ് എ ഫോം ഓഫ് ഇമിറ്റേഷൻ. ഇനി ഈ ഷേക്സ്പിയറിന്റെ പല കൃതികളിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റ്സ്, നമുക്ക് ടെമ്പസ്റ്റ് പഠിക്കാനുണ്ടായിരുന്നതിനകത്തും നമ്മൾ ഇതുപോലെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റ്സ് കണ്ടിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ന്യായീകരിച്ചിരുന്നു. അതൊരു ഇമിറ്റേഷൻ ആയിട്ട് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്.
ഡ്രൈഡൻസ് വ്യൂസ് ഓൺ എപ്പിക്. ഇനി അദ്ദേഹത്തിന് എപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വ്യൂസ് ആണ് പറയുന്നത്. എപ്പിക് ഈസ് സുപ്പീരിയർ ടു ട്രാജഡി എൻകംപാസിംഗ് എവറിത്തിങ് ട്രാജഡി കണ്ടെയ്ൻസ്. എപ്പിക് എന്ന് പറയുന്നത് ഇതിഹാസം അല്ലെങ്കിൽ മഹാകാവ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് എപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ട്രാജഡിയേക്കാളും മുകളിലാണ്. കാരണം ട്രാജഡിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൂടുതലും എപ്പിക്കിനകത്തുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ എപ്പിക് പ്രൈഡ് ഈസ് ഹംബിൾഡ്, വിർച്യു ഈസ് റിവാർഡഡ് ആൻഡ് വൈസ് പനിഷ്ഡ്. സാധാരണഗതിക്ക് എപ്പിക്കിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് ആളുകളുടെ പ്രൈഡ് അല്ലെങ്കിൽ അഹങ്കാരം എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാതാക്കപ്പെടുന്നു. അതുപോലെ തന്നെ നല്ല ഗുണങ്ങൾക്ക് അവിടെ റിവാർഡ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ആളുകളിൽ മോശം ഗുണങ്ങളുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്നു. തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെയാണ് എപ്പിക്കിനകത്ത് വരുന്നത്. Doesn't believe epics require strict moral lesson, focusing more on presenting sublime subjects in sublime way. ഇനി അദ്ദേഹം പറയുന്നത് എപ്പിക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിൽ സദാചാരബോധം പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം എഴുതപ്പെടുന്നില്ല. സബ്ലൈം ആർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് സബ്ലൈമിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള കൺസെപ്റ്റാണ്. നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട്. ആ രീതിയിൽ എന്താണ് ഒരു സബ്ലൈം ആർട്ട് ആയിട്ടാണ് അദ്ദേഹം അതിനെ കണക്കാക്കുന്നത്. കൺസിഡേഴ്സ് സറ്റയർ a type of heroic poetry requiring focus on a single folly or vice for maximum impact. ഇനി സറ്റയറിനെ കുറിച്ച്, ഈ ആക്ഷേപഹാസ്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്, അതിനകത്ത് ഒരു സിംഗിൾ ഫോളിയിൽ, അതായത് ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണത്തിൽ അല്ലെങ്കിൽ ദോഷത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ആക്ഷേപഹാസ്യം ഉണ്ടാക്കുമ്പോഴാണ് അത് എഫക്റ്റീവ് ആവുക എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രിഫേഴ്സ് വിറ്റി ലാംഗ്വേജ് ആൻഡ് 10 syllable വേഴ്സ് ഫോർ എഫക്റ്റീവ് സറ്റയർ. ഇനി അദ്ദേഹം അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് സ്വാഭാവികമായിട്ടും സറ്റയറിനകത്ത് എന്താണ് കോമഡിയുള്ള ലാംഗ്വേജ് ആണ് ആക്ഷേപഹാസ്യത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ. അത് തന്നെയാണ് അദ്ദേഹം വിറ്റി ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ 10 syllable വേഴ്സ് ആണ് അതിൻ്റെ സ്ട്രക്ചറിന് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഇനി ലാസ്റ്റ് ഇതിൽ വരുന്നത് ഡ്രൈഡൻസ് വ്യൂസ് ഓൺ കോമഡിയാണ്. കോമഡിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യൂസ് ആണ്. കോമഡി റെപ്രസെന്റ്സ് ഹ്യൂമൻ ലൈഫ് ഇൻ ഇൻഫീരിയർ പേഴ്സൺസ് ആൻഡ് ലോ സബ്ജക്ട്സ് ടു ലോ ഓഫ് പീപ്പിൾ ഇൻ ടു ഗുഡ് ബിഹേവിയർ. കോമഡിക്കകത്ത് നമുക്കറിയാം ഇൻഫീരിയർ പേഴ്സൺസ് ആണ്, എന്തെങ്കിലും കുറവുകൾ ഒക്കെ ഉള്ള ആളുകൾ, അതിൽ ആണ് നമ്മൾ കോമഡി കണ്ടെത്തുന്നത്. കുറവുകൾ എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള കുറവുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റിയിലോ സ്വഭാവത്തിലോ ഉള്ള കുറവുകൾ, അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ കോമഡി കണ്ടെത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇത് കാണുന്ന ആളുകൾക്ക് അത്തരം പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ തങ്ങളുടെ ബിഹേവിയറിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു പ്രേരണ ഉണ്ടാവും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. കോമഡി ഫസ്റ്റ് എൻഡ് ഈസ് ഡിലൈറ്റ് വിത്ത് ഇൻസ്ട്രക്ഷൻ ബീയിങ് സെക്കൻഡറി. ഇവിടെയും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിലൈറ്റ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആണ്. ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ ഗുണപാഠം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സെക്കൻഡറി ആയിട്ടാണ് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പ്രിഫർ സബ്റ്റിൽ ഹ്യൂമർ ഓവർ ക്രൂഡ് ജോക്സ് ബേസ്ഡ് ഓൺ എക്സെൻട്രിസിറ്റീസ്. ഇനി അദ്ദേഹം സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണ്, കുറച്ച് മിതമായിട്ടുള്ള ഒരു തമാശയാണ്, ആളുകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള തമാശകൾ ഉൾപ്പെടുത്തുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോ നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.